എല്ലാവർക്കും സുഖമാണോ? ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് നമ്മൾ അടയാണ്, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം നടുമുറിച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. നല്ല നാടൻ നേന്ത്രപ്പഴമാണ്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളൂ, നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മൾ പഴം തൊലി കളഞ്ഞെടുത്തു. നല്ല നാടൻ പഴമായ കാരണം ഇങ്ങനത്തെ പഴമാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മളിത് നന്നായി ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് നമ്മളിത് ഉടച്ചെടുക്കുന്നത്. നന്നായി ഉടച്ചെടുക്കും. അങ്ങനെ നമ്മൾ പഴം ഉടച്ചെടുത്തു. ഇനി നമുക്കത് അങ്ങനെ നമ്മൾ പഴം കുഴച്ചെടുത്തു. ഇനി നമ്മൾ ഇത്രയ്ക്ക് ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി, നൈസ് അരിപ്പൊടി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴം പുഴുങ്ങി ഉടച്ചതും അരിപ്പൊടിയും പിന്നെ ഉപ്പിട്ട് തിളച്ച വെള്ളം കൂടിയിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള നാളികേരക്കൂട്ട് റെഡിയാക്കാം. ഇതിന് നമ്മൾ അത് ശരിയാക്കുന്നത് വരെ ഒരു 10 മിനിറ്റ് നേരം ഇതുകൂടി ഇരിക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല രുചി ഉള്ളതാണ് പഴം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് പാൻ ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ചിരകി വച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തു. നാളികേരം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്കൊരു രുചി കൂടുതൽ കിട്ടും. എന്നിട്ട് വേണം അതിൽ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നെയ്യിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്നത് വെന്ത് വരും. അങ്ങനെ നമ്മളെ നാളികേരം കൂട്ട് റെഡിയായി. ഇനി നമുക്ക് പഴം അട നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഇത്ര പൊട്ടിയെടുത്തു. അപ്പം നമ്മൾ കണ്ട നാളികേരം ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പഴമടി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുള ഇത് പൊടിയെടുത്തു. പഴവും പൊടിയും കൂടി കുഴച്ചത് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ മടക്കട എന്നൊക്കെ പറയും. അടിയല്ല കേട്ടോ, മടക്കടയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നിറയ്ക്കാം. അപ്പോൾ ഞാൻ നെയ്യിൽ വറുത്ത് ശർക്കര പാനി ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കിയ കൂട്ടാണ്, ഫില്ലിങ്ങാണ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ചേർത്തു. ഇനി നമുക്കിത് മടക്കി തുമ്പ് യോജിപ്പിച്ച് വയ്ക്കാം. ഫില്ലിങ് ചേർത്തു. ഇനി നമ്മളിതിങ്ങനെ അടയുടെ രൂപത്തിൽ ഇങ്ങനെ എടുക്കാം. ഞങ്ങൾക്കിവിടെ അരിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മടക്കട ഉണ്ടാക്കുന്നത്. ഇല ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അട ഉണ്ടാക്കും. എന്തായാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. മടക്കിയെടുത്തു. അങ്ങനെ നമ്മൾ മടക്കടയൊക്കെ മടക്കി എല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ ചുട്ടെടുക്കാം.
അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു തട്ട് ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരേ അടകൾ വെച്ച് കൊടുക്കാം. അതിലടകൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. അടുത്ത തട്ട് വെച്ച് കൊടുത്തു. നമ്മളിനി അതിലേക്ക് ബാക്കിയുള്ള അടകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മടക്കട ആവിയിൽ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ അത് വെന്ത് കിട്ടും. അങ്ങനെ നമ്മളുടെ അടിയൊക്കെ നല്ല ഭംഗിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ മടക്കട, പഴം കൊണ്ടുള്ള മടക്കട റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.